ഫ്രം എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. അതായത് നമുക്ക് ഒരു പൈത്തൺ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൻ്റെ അകത്ത് കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ലോജിക്ക് എന്താണ്, അത് നമുക്ക് പൈത്തണിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. സോ അതിൻ്റെ ലോജിക്ക് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമുക്കൊരു വേരിയബിൾ എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഇട്ട് ഞാൻ പേര് പറയുകയാണ്. സോ എക്സിൻ്റെ അകത്ത് നമുക്ക് കുറേ നമ്പേഴ്സ് ഉണ്ട്. ലിസ്റ്റ് ഓഫ് നമ്പേഴ്സാണ്, എല്ലാം നമ്പേഴ്സ് തന്നെയാണ്, വേറെ അല്ലാതെ സ്ട്രിങ്ങുകളോ അല്ലെങ്കിൽ വേറെ ഡേറ്റ ടൈപ്പോ നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 3, 2, 7, -2, 26, then 8. സോ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ നമുക്ക് ആസ് എ ഹ്യൂമൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം 26 ആണ് ഇതിൻ്റെ ലാർജസ്റ്റ് നമ്പർ എന്നുള്ളത്. സോ പൈത്തണിൽ നമുക്ക് കോഡ് എഴുതി ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് പ്രോഗ്രാം എഴുതി തന്നെ അത് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിൻ്റെ ഏറ്റവും ഈസി വേ എന്താണെന്ന് നോക്കാം. സോ പൈത്തണിൽ നമുക്കൊരു ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട് മാക്സിമം കണ്ടുപിടിക്കാനായിട്ട്. അത് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. സോ ഞാനത് ആദ്യം കാണിക്കാം. സോ സപ്പോസ് ഞാൻ നമ്പേഴ്സ് കൊടുക്കുവാണ് 3, 2, 7, -2, 3, 2, 7, -2, 26 and 28. 26 and 28. ഓക്കെ, സോ ഇതിൽ എനിക്ക് മാക്സിമം നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനതൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുവാണ്. ആ റിസൾട്ട് മാക്സ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ വിളിച്ചാൽ മതി. സോ അത് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്തുകൊള്ളും. ദെൻ ഈ മാക്സിമം വാല്യൂ ഞാനൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഈ പേര് ഞാൻ നേരത്തെ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഒന്ന് സെഷൻ റീസ്റ്റാർട്ട് ചെയ്യാം. മാക്സ് എന്ന് പറയുന്ന പേര് ഈ ഫംഗ്ഷന് വേണ്ടി റിസർവ്ഡ് ആയിട്ടുള്ള പേരാണ്. ഞാൻ മുന്നേ ഒരു വേരിയബിൾ നെയിമായിട്ട് ആ പേര് യൂസ് ചെയ്തിരുന്നു. സോ അതുകൊണ്ടാണ് എനിക്ക് ഈ എറർ വരുന്നത്. സോ ഞാൻ സെഷൻ ഒന്ന് ക്ലിയർ ചെയ്തു, എന്നിട്ട് ഒന്നുകൂടെ റൺ ചെയ്യുവാണ്. ഓക്കെ, സോ എനിക്കിതിലെ മാക്സിമം നമ്പർ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചു തന്നിട്ടുണ്ട്. സോ നെഗറ്റീവ് നമ്പേഴ്സ് വന്നാലും പോസിറ്റീവ് നമ്പേഴ്സ് വന്നാലും ഫ്രാക്ഷണൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് വന്നാലും ഏതൊക്കെ രീതിയിൽ വന്നാലും ഇതിൻ്റെ അകത്ത് ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചു തരും. ഇനി ഒരേ വാല്യൂ 2 തവണ റിപ്പീറ്റ് ചെയ്ത്, അതായത് മാക്സിമം വാല്യൂ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നാലും സെയിം ആൻസർ, അതായത് മാക്സിമം വരുന്നത് 28 തന്നെയാണ്. 2 തവണ വന്നു എന്നുള്ളത് ശരി തന്നെ, പക്ഷേ നമുക്ക് 28 തന്നെ ആൻസറായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ ഇത് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ അതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഓരോ വാല്യൂസും നമ്മൾ എടുത്ത് നോക്കണം. സോ അതിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്തെ ഏതെങ്കിലും ഒരു വാല്യൂ, ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് ഇതിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന വാല്യൂ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുവാണ് കമ്പയർ ചെയ്യാനായിട്ട്. അതായത് വാല്യൂ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ഞാനിതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ, അതായത് നമുക്കറിയാം ഇത് സീറോ ബേസ്ഡ് ഇൻഡെക്സിങ്ങിലാണ് പോകുന്നത്. 0th ഇൻഡെക്സിൽ ഇതായിരിക്കും, ഫസ്റ്റ് ഇൻഡെക്സിൽ സെക്കൻഡ് വാല്യൂ ആയിരിക്കും, അങ്ങനെയാണ് പോകുന്നത്. സോ അതങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ പറയാം. 0th ഇൻഡെക്സിൽ 3, ഫസ്റ്റ് ഇൻഡെക്സിൽ 2, സെക്കൻഡ് ഇൻഡെക്സിൽ 7, സോ ആൻഡ് സോ ഫോർത്ത്. സോ എനിക്ക് ഫസ്റ്റ് പൊസിഷനിലുള്ളതാണ് വേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തു 0 കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൽ 3 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർഡായി ഉണ്ടാവും. ഇനി ആണ് ഈ ഓരോ വാല്യൂവിനെയും എടുത്ത് എനിക്ക് വാല്യൂവായിട്ട് കമ്പയർ ചെയ്യണം. അതായത് എക്സിൻ്റെ അകത്തെ ഓരോ വാല്യൂസും എടുത്ത് ഈ ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂവായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ പുതുതായിട്ട് വരുന്ന വാല്യൂ എനിക്ക് ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ പഴയ വാല്യൂ തന്നെ അതിൻ്റെ അകത്ത് കിടന്നാൽ മതിയാകും. അങ്ങനെ ആ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പം എൻ്റെ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഉണ്ടാവും. സോ ഉദാഹരണം പറയുവാണെങ്കിൽ, ഞാൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പം എനിക്ക് ഈ ഓരോ വാല്യൂസും കമ്പയർ ചെയ്ത് വരും. അതായത് ഇവിടെ ഓൾറെഡി എനിക്ക് വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൽ 3 എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ നമ്പറുണ്ട്.
ഇനി ലൂപ്പ് ഞാൻ ഇറ്ററേറ്റ് ചെയ്യുമ്പം എൻ്റെ കമ്പയർ ചെയ്യുന്ന വാല്യൂസ് 3, 2, 7, -2, 26, 8 ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. സോ ആദ്യം 3ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്യും, സെയിം ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 2ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്യും, അപ്പോൾ 2 3യേക്കാളും ചെറുതാണ്, വീണ്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 3ഉം 7ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 7 3യേക്കാളും വലുതാണ്. സോ നമ്മളിവിടെ ഈ എക്സിസ്റ്റിംഗ് വാല്യൂവിനെ റീപ്ലേസ് ചെയ്ത് 7 ആക്കി മാറ്റും. അതിനുശേഷം 7ഉം -2ഉം തമ്മിൽ കമ്പയർ ചെയ്യും, അഗെയിൻ 7 തന്നെയാണ് വലുത്. സോ നമ്മൾ അടുത്ത ഇറ്ററേഷനിലോട്ട് പോകും. 26ഉം 7ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 26 ആണ് വലുത്. സോ നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്ത് 26 ആക്കി മാറ്റും. 26ഉം 8ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അഗെയിൻ 26 തന്നെയാണ്. നമ്മുടെ ലൂപ്പ് ഫിനിഷ് ആവും. വേരിയബിൾ റീനെയിമിങ് അല്ലെങ്കിൽ വാല്യൂ റീഅസൈൻ ചെയ്യുന്ന പ്രക്രിയ അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നില്ല. സോ ഈ ലൂപ്പ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൽ നമുക്ക് ഈ അറയിലെ ഏറ്റവും മാക്സിമം വാല്യൂ ഉണ്ടാവും. സോ ലോജിക്കലി അതാണ് അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി നമുക്കത് കോഡിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സോ സെയിം വാല്യൂസ് തന്നെ കൊടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലിസ്റ്റിൽ ഐട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാമെന്ന് നമുക്കറിയാം. സോ ഞാനൊരു വേരിയബിൾ ഫോർ നം ഇൻ എക്സ് എന്ന് പറഞ്ഞ് കൊടുത്ത് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ യൂഷ്വൽ സിൻടാക്സ് പ്രിൻറ്റ് നം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ വാല്യൂസായിട്ട് ഓരോ ഇറ്ററേഷനിൽ ആദ്യം 3 ആവും നമ്മിലുണ്ടാവുക, പിന്നെ 2 ആവും ഉണ്ടാവുക, പിന്നെ 7 ആവും, അങ്ങനെ ആയിരിക്കും പോകുന്നത്. സോ ഇതിന് മുന്നേ നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് ചെയ്യണം. സോ അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ മാക്സ് നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ അതിൽ സ്റ്റോർ ചെയ്യുവാണ്. ഓക്കെ, ഇനി ഈ ലൂപ്പിൻ്റെ അകത്താണ് ആ കമ്പാരിസൺ വരുന്നത്. അതായത് നം 3, 2, 7 ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മളത് കമ്പയർ ചെയ്യേണ്ടത് മാക്സ് നം എന്ന് പറയുന്ന വേരിയബിളുമായിട്ടാണ്. സോ നമ്മൾ മാക്സ് നം അതിനെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഈഫ് നമ്മുടെ നം ഗ്രേറ്റർ ദാൻ മാക്സ് നം ആണെന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും അതിനേക്കാൾ വലുതാകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സ് നമ്മിനെ റീപ്ലേസ് ചെയ്യണം നം വെച്ചിട്ട്. അതായത് നമ്മിലുള്ള വാല്യൂ ആയിരിക്കണം മാക്സ് നമ്മിലോട്ട് നമ്മൾ റീറൈറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് മാക്സ് നം ഈക്വൽ ടു നം എന്ന് പറയുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ മാക്സ് നമ്മിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വാല്യൂ തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ ഒരു ലൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മാക്സ് നം എന്ന് പറയുന്ന വേരിയബിളിൽ ഈ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നതിനേക്കാളും വലിയ നമ്പർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഓവറൈറ്റായി റീപ്ലേസ് ആയി വരും. സോ നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ 26 എന്ന് പറഞ്ഞുള്ള ആൻസർ കിട്ടി. ഇപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതിയത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് ഏറ്റവും ചെറിയ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ എക്സിസ്റ്റിംഗ് കോഡിൽ എന്ത് ചേഞ്ച് വരുത്തിയാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. സോ അത് നിങ്ങൾ ചെയ്തു നോക്കുക. ദെൻ അതുപോലെ തന്നെ ആ ചേഞ്ച് എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുകയും ചെയ്യുക.